അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബുർ റജാ എന്ന വിഷയത്തിൽ ഞങ്ങൾ വിവരിച്ചുകൊണ്ട് ഇന്ന് 431 ഹദീസ്. ഇന്നത്തെ ഹദീസിൽ എന്തായിട്ട് വിവരിക്കാൻ വേണ്ടത്, അള്ളാഹു തആല ഞങ്ങൾക്ക് വലിയ ശ്രേഷ്ഠത ചെയ്ത എന്താണെങ്കിൽ ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തി എന്നൊരു പവർ ഞങ്ങൾക്കുണ്ട്. അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ, മാത്രമല്ല എല്ലാവരെക്കാളും ശ്രേഷ്ഠമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തി എന്നതായിട്ട് ഞങ്ങൾക്കുള്ള അതൊരു അഭിമാനമായിട്ട്. മാത്രമല്ല ദഗലം മുന്നാലത്തെ നബിമാർ, ആദം നബി അലൈഹി സ്വലം, പിന്നെ എത്രയോ നബിമാർ വന്നത്. ആ നബിമാർക്കെല്ലാം അങ്ങനെ കൊണ്ട് സ്വീകരിച്ച സ്വഹാബാക്കളുള്ളവർ, മാത്രമല്ല ആ നബിനെ വിശ്വസിച്ച മോമിനീങ്ങളുള്ളവർ, അങ്ങനെ ദീനനുസരിച്ച് നടന്ന ആൾമാരുള്ളവർ, അങ്ങൊക്കെ മോമിനീങ്ങളാണ്, നല്ല ആൾക്കാരാണ്. അപ്പം അങ്ങ് സ്വർഗത്തിൽ എത്രയാണ്, ഞങ്ങൾ സ്വർഗത്തിൽ എത്ര, ടോട്ടൽ ആൾമാരെ പാതി ആർക്കിട ഞങ്ങൾക്കിട. അത് അത്ര ഉമ്മത്ത് വേറെ നബിമാർക്കില്ല. അപ്പോൾ ഈ നബിക്ക് അള്ളാഹു തആല നബിക്ക് ചെയ്ത ഒരു നിഅമത്തായിട്ടിത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു സംഭവം ചൊല്ലൊരു ഹദീസ് ആയിട്ടിത്. ഇന്നത്തെ ഹദീസ്, ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിട്ട് റിപ്പോർട്ടാക്കട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാ ഹിജ്റ 10ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഹജ്ജ്. മദീനത്ത് പോയാൽ പിന്നെ ഒരുക്കമേ നബി തങ്ങൾ ഹജ്ജിക്ക് വന്നത്. ഹിജ്റ 6ാമത്തെ വർഷം ഉംറക്ക് പണ്ട് മക്കത്തങ്ങ് വിട്ടില്ല. 7ാമത്തെ വർഷം ഉംറ ഖളാ വിട്ടു. 8ാമത്തെ വർഷം മക്ക ഫത്ത് ആക്കട്. അങ്ങനെ അതിൽ പിന്നെ നബി മദീനത്ത് പോയാൽ പിന്നെ ഹജ്ജിന്റെ പേരായിട്ട് വന്നത് ഹിജ്റ 10ാമത്തെ വർഷം. വഫാത്ത് ഒരു 3 തിങ്കൾ മുന്നോട്ട്. പിന്നെ 53 വർഷത്തിലായിട്ട് നബി മക്ക വിട്ട് മദീനത്ത് കൊണ്ട്. അപ്പൊ ഈ 53 വർഷം നബി മദീനത്തിൽ ഇന്ന്. അപ്പൊ അപ്പത്തെ ഹജ്ജിന്റെ കണക്കില്ല. അതല്ലാത്ത മദീനത്ത് പോയാൽ പിന്നെ ഒരു ഹജ്ജായിട്ട് ചെയ്ത് ആ ഹജ്ജിൽ ഒരുപാട് കാര്യങ്ങൾ നബി തങ്ങൾ പഠിപ്പാട്ടി കൊടുത്തത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ സ്വഹാബാക്കൾ എന്താക്കിട്ടുన్నారు, ഒരു ടെൻറ്റ് ഇട്ട് കൊടുത്തുన్నారు. എവിടെ? അത് മിനയിൽ വെച്ചിട്ടായിട്ട്. ആ ടെൻറ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കളിൽ ഒരു 40 ആൾ തോൽ പണ്ട് സ്വഹാബാക്കളിൽ. അപ്പൊ അങ്ങനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നബി തങ്ങൾ അങ്ങോട്ടേക്ക് സ്വർഗത്തെ ഇത് 4 ഭാഗം നിങ്ങൾ ആവുക ഇഷ്ടപ്പെട്ടാറ സ്വഹാബാക്കൾ ചൊല്ലറത്, 3 ഭാഗം അപ്പോഴോ അങ്ങ് ചൊല്ലറത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്, നാന് നിങ്ങൾ സ്വർഗത്തെ പാതി ആളുമാർ. അപ്പൊ ടോട്ടൽ ആളുമാരെ സ്വർഗത്തിൽ കടന്നങ്ങളെ ടോട്ടൽ സംഖ്യ ആദം നബി അലൈഹി സ്വലാമിന്റെ പിന്നെ ഞങ്ങളെ നബി എല്ലാ മുഅ്മിനീങ്ങളും കൂടിയാൽ കണ്ടെങ്കിൽ അങ്ങനെ എല്ലാരെയും ടോട്ടൽ ആൾമാരെ പാതി ഞങ്ങാണ്ട്. അപ്പൊ ഉദാഹരണക്ക് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു 10 ലക്ഷം രൂപ ഒരു ഉദാഹരണക്ക് ഞാൻ ഞങ്ങളുടെ നബിയുടെ ഉമ്മത്തി ഒരു 10 ലക്ഷം ഞാൻ ചൊന്നേ. അത്ര ആൾമാരല്ലല്ലോ, ആൾമാർ ചൊമ്മയില്ലേ. ഞങ്ങളുടെ നബിയുടെ കാലത്തിൽ പിന്നെ എത്ര മുഅ്മിനീങ്ങളില്ലേ. അപ്പോൾ ഒരു ഉദാഹരണം ഒരു 10 ലക്ഷം ടോട്ടൽ സ്വർഗത്ത് ഈ ഒരാൾക്കൻ പിടിച്ചെടുക്കണ്ടെങ്കിൽ അതിൽ 10 ലാക്ക് ഞങ്ങളുടെ നബിയുടെ ഉമ്മത്തിങ്ങ. ഒന്നും കൂടി ചൊല്ലാനാണ് സംഖ്യ. ഈ 10 ലാക്ക് ഉണ്ടെന്നത് സ്വർഗത്ത് ആൾമാരെ കണക്കെന്ന് ഞാൻ ചൊന്നല്ല. ഈ ഹദീസിൽ ഈ അർത്ഥം മനസ്സിലാവുക പേരായിട്ട് ചൊന്നത്. അപ്പൊ അത് അള്ളാഹു തആല ഞങ്ങളുടെ നബിക്ക് ചെയ്ത ഒരു ശ്രേഷ്ഠതയായിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറകുള്ള കാര്യങ്ങളെ കുറിച്ച് ചൊന്ന സ്വർഗവും നരകവും നബി തങ്ങൾ കണ്ടു. അതിന് ആവുള്ള അവസ്ഥയിൽ നബിക്ക് അള്ളാഹു കാട്ടിക്കൊടുത്തത്. അല്ലെ, സ്വർഗത്തിലെ അനുഭവങ്ങളും നരകത്തിലെ ശിക്ഷിക്കപ്പെട്ട ആളുമാരെ ശിക്ഷയുടെ രീതിയുള്ള നബി തങ്ങൾ നേരിട്ട് കണ്ടതായിട്ട് അതൊക്കെ അള്ളാഹു തആല കാട്ടിക്കൊടുത്തത്. അപ്പൊ ഈ നബിയുടെ ഉമ്മത്തിയാവുക എന്നത് ഞങ്ങൾക്ക് അള്ളാഹു തആല തന്നൊരു നിഅമത്ത്. ഇൻഷാ അല്ലാഹ് ഹദീസ് നിങ്ങൾക്ക് പ്രവേശിക്കാം. 431 വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലി, ഞങ്ങൾ നബി തങ്ങളൊട്ടുകുന്നു ഫി കുബ്ബത്തിൻ, ഒരു കുബ്ബൽ, ഒരു ടെൻറ്റ്, നഹ്വ മിൻ 40, എത്ര ഒരു 40 ആൾക്കാർ സ്വഹാബാക്കളുള്ള. ഫഖാല, അപ്പൊ നബി തങ്ങൾ തതറുദൗന അൻ തകൂനു റുബു അഹ്ലിൽ ജന്ന, സ്വർഗത്തെ ആൾക്കാരിൽ 4 ഭാഗം നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടാറ? ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു നഅം, അതെ. ഖാല, അപ്പൊ നബി തങ്ങൾ എടുത്ത് അതറുദൗന അൻ തകൂനു തുലുസ അഹ്ലിൽ ജന്ന, സ്വർഗത്തെ ആൾമാരിൽ 3 ഭാഗം നിങ്ങൾ അവരിൽ ഇഷ്ടപ്പെട്ടാറ? ഖുൽനാ നഅം, അപ്പോൾ ഞങ്ങൾ ചെന്ന അതെ. ഖാല, അപ്പൊ നബി തങ്ങൾ ചെന്ന് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി,
ഒരു അള്ളാഹുടെ തന്നെ സത്യം, മുഹമ്മദ് നബിയുടെ ശരീരം ആ അള്ളാഹുടെ കയ്യിലായിട്ടിക്കണ്. ഇന്നീല അർജു ഞാൻ ആഗ്രഹിക്കുക അന്തകൂന് നീങ്ങാവല്ലേ നിസ്ഫ അഹ്ലിൽ ജന്ന സ്വർഗക്കാര് പാതി ആൾമാർ നീങ്ങാവും ഇഷ്ടപ്പെട്ട വദാലി കഥ അതെന്തേ അന്നൽ ജന്നത്തെ സ്വർഗം ലായദുഖുലുഹ ഇല്ല നഫ്സു മുസ്ലിമായ ശരീരമല്ലാണ്ട് സ്വർഗത്ത് പ്രവേശിക്കില്ല. ഒമാ അന്തും നിങ്ങല്ല ഫി അഹ്ലി ശിർക്ക് ഷിർക്കിടെ ആൾമാരിൽ നോക്കുമ്പോൾ നിങ്ങല്ല ഇല്ല കശൈറത്തിൽ ബൈളായ് ഫി ജിൽദി തൗരിൽ അസ്വദ് കറുത്ത പയ്യുടെ മേലെ ആ തോലിലുള്ള വെളുത്ത മുടി എങ്ങനെയോ അതുപോലെ ആയിട്ട് നിങ്ങൾ ഒരു കറുത്ത പയ്യില് വെളുത്ത മുടി എത്ര ഇക്കും അതുപോലെ ആയിട്ട് ഷിർക്കിടെ ആൾമാരെ കൂട്ടിയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ കുറഞ്ഞ ആൾമാരായിട്ട് യാറത്ത ആൾമാർ മുശ്രിക്കുകളാണ്. ഔ കഷാറത്തി സൗദ ഫി ജിൽദി തൗരിൽ അഹ്മർ അല്ലെങ്കിൽ ചോന്ത പയ്യുടെ തോലിലുള്ള ഏതുപോലെ കറുത്ത മുടി പോലെ ഈ ചോന്നത് കറുത്ത മുടി എത്രയ്ക്കും അതുപോലെ ആയിട്ടിക്കുന്നത് മറ്റുള്ള ആൾക്കാരെ ചേർത്ത് നോക്കുമ്പോൾ നിങ്ങൾ കുറഞ്ഞ ആൾമാറായിട്ടിക്കുന്നത് മുത്തഫക്കുനാല്. അപ്പോൾ ദുനിയാവിൽ ടോട്ടൽ നോക്കുമ്പോൾ മുസ്ലിങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഞങ്ങളെ നബിയുടെ ഉമ്മത്തിങ്ങൾ മുസ്ലിമായ ആൾമാരെ ഇവിടെ എത്ര സ്വർഗത്തിൽ എത്ര. അപ്പോൾ സ്വർഗത്തിലെ പാതി ആൾമാറുമാറായിട്ടിക്കുന്നത് എൻ്റെ ഉമ്മത്തിങ്ങായിട്ടിക്കുന്നത്, ബാക്കി പാതി ആൾമാറോ മുന്നൽ വന്ന നബിമാരെ ഉമ്മത്തിങ്ങളും ആയിട്ട്. അള്ളാഹു ആ മുത്ത് നബി തങ്ങളെ ഷഫാത്ത് ഉൾപ്പെട്ട് ഇസാബില്ലാണ്ട് സ്വർഗത്ത് കിടക്കുന്ന സജ്ജനങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹുടെ ലിഖാ നൽകപ്പെട്ട മുഅ്മിനീങ്ങൾ ഈ ഹദീസിലെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ത്വാഅത്തിൽ അള്ളാഹു ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളൊക്കെ സജ്ജനങ്ങളിൽ അള്ളാഹു കൊടുത്തട്ടെ. ദുആ വസിയത്തോട് കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.